ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ മമ്മൂട്ടി ചിത്രം ടർബോയുടെ വാർത്തകൾ കേട്ട് ഒരുപാട് പ്രേക്ഷകരാണല്ലോ കാത്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ടർബോയുടെ കുറച്ച് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ ടർബോയുടെ നാളെ വെള്ളിയാഴ്ച ദിവസത്തെ ഒരു പ്രത്യേക അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ, നാളെ ടർബോ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ക്രീനുകളിലെല്ലാം തന്നെ വെറും 99 രൂപയ്ക്ക് കാണാമെന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമ ലവേഴ്സ് ദിനം പ്രമാണിച്ചാണ് മെയ് 31 ടർബോ ഉൾപ്പെടെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 4 സിനിമകൾക്ക് കേരളത്തിൽ ഈ ഒരു ഓഫർ ഉള്ളത്. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ PVR ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിലെല്ലാം തന്നെ 99 രൂപയ്ക്ക് സിനിമ ബുക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇപ്പോഴത്തെ നമുക്ക് ബുക്ക് മൈ ഷോ തന്നെ നോക്കുകയാണെങ്കിൽ 99 രൂപയുടെ സ്ലോട്ട് എല്ലാം തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് മുന്നേറുന്ന ഒരു കാഴ്ച കൂടി കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം പ്രേക്ഷകർ പ്രയോജനപ്പെടുത്തുമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും നാളെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ അറിയാനായിട്ട് നാളെ രാത്രി വരെ ട്രാക്കിംഗ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കാം. ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 3 കോടിയിലേറെ റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ടർബോ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ വീക്ക്, അതായത് ആദ്യ 7 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 4,24,00,000 സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ 24 ലക്ഷം കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്നലെ ബുധനാഴ്ച ദിവസമാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും ഡീറ്റെയിൽ കളക്ഷൻ അറിയാനായിട്ട് ചിലർക്കെങ്കിലും താല്പര്യമുണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു ഡീറ്റെയിൽ കളക്ഷൻ നിലവിൽ പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ടിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ സിനിമയുടെ അടുത്തൊരു ലക്ഷ്യത്തിന്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ, ടർബോ എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് ലക്ഷ്യമാണല്ലോ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ കാണുന്ന ഒരു മമ്മൂട്ടി സിനിമയായിട്ട് മാറുക എന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഭൂരിഭാഗം നടന്മാരും കേരള ബോക്സ് ഓഫീസിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉള്ള താരങ്ങളാണ്. ഈ 2024 വർഷം ഇനി മെഗാസ്റ്റാറിന്റെ 50 കോടി പരകായ പ്രവേശനത്തിനായിട്ടാണല്ലോ നമ്മുടെ മലയാളി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. നിലവിൽ വെറും 8 ദിവസങ്ങൾ കൊണ്ട് 25 കോടിയിലേറെ കേരള ഗ്രോസ് സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ടർബോയ്ക്ക് എങ്ങനെ പോയാലും ഒരു മാസത്തിലധികം ഇനി വേറൊരു സിനിമകളും തിയേറ്ററുകളിലെ ഭീഷണിയില്ല എന്നത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം. അടുത്ത പ്രധാനപ്പെട്ട കേരളത്തിലെ റിലീസ് കലിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ സിനിമയ്ക്ക് 50 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബാക്കിയെല്ലാം തന്നെ മമ്മൂട്ടി സിനിമയിലൂടെ കണ്ടറിയാം.